സക്കീർ, ആരുടെ നാക്കാണ് കടമെടുത്തിരിക്കുന്നത്? ഇവിടെ ഒരു കാര്യം, തുടക്കത്തിൽ തന്നെ ഇവിടെ ഇരിക്കുന്ന നമ്മളുടെ ഫാദറിനെ ഉപദേശിച്ചുകൊണ്ടാണ് മുജീബ് സംസാരിച്ചു തുടങ്ങിയത്. ഒരു ഫാദറിന്റെ നാവിൽ നിന്നും വരാൻ പാടില്ലാത്തതൊക്കെ പറഞ്ഞു എന്നാണ്. ഒരു നിമിഷം ഷോണ് ചില സാങ്കേതിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഞാൻ ഷോണിലേക്ക് വരാം. ആരിഫ് ഇപ്പോൾ സംസാരിച്ച് തുടങ്ങിയേ ഉള്ളൂ, ഞാൻ വരാം. ആരിഫ്, കണ്ടിന്യൂ. യെസ്, അപ്പോ പറഞ്ഞു വന്ന അങ്ങനെയായിരുന്നു, അങ്ങനെ ഒരു ഫാദർ ഇങ്ങനെയൊക്കെ പറയാൻ പാടുണ്ടോ എന്ന്. അപ്പൊ എന്റെ ഇതേപോലെ ഒരു സമാനമായ ഒരു ഉപദേശം എനിക്ക് മുജീബിനോട് വെക്കാനുള്ളത്, നിങ്ങൾ ഈ വഖഫ് സംരക്ഷണ സമിതിയുടെ ഒരു പ്രതിനിധി എന്ന രീതിയിൽ, അല്ലെങ്കിൽ അതിന്റെ മുതലാളി എന്നുള്ള രീതിയിൽ നിങ്ങളൊരു മുതലാളിയെ പോലെ സംസാരിക്കണ്ടേ? നിങ്ങൾ എന്താണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതെന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. നിങ്ങൾ കൃത്യം പറയണം, ഇത് വഖഫിന്റെയാണ്, അവിടെ വസിക്കുന്ന ആളുകളെ ഞങ്ങൾ ഇറക്കി വിടും, അത് കയ്യേറ്റമാണ് എന്ന് പച്ചയ്ക്ക് പറയാൻ നിങ്ങൾക്ക് എന്താ പറ്റാത്തത്? നിങ്ങൾ ഇവിടെ മുന്നേ, ഇത് ആദ്യമല്ലല്ലോ നമ്മളിവിടെ കാണുന്നത്, മുന്നേയൊക്കെ വന്നിരുന്നത് എന്താ നിങ്ങൾ പറഞ്ഞിരുന്നത്? ഇവിടെ സൂചിപ്പിക്കേണ്ടായി, അവിടെ ഒരാളെ പോലും കുടിയിറക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല എന്നൊക്കെ വലിയ വലിയ മാനവിക സ്നേഹം, നിങ്ങളുടെ എന്തോ ഔദാര്യം കൊടുക്കുന്ന പോലെയൊക്കെ ഒരു കാലത്ത് വന്നിരുന്ന് പറയുന്നു. എന്നിട്ട് ഇപ്പൊ വന്ന് ഇരുന്നിട്ട് പറയുന്നത് ഇത് എന്തിനാണ് ഈ ഇരട്ടത്താപ്പ് കളിക്കുന്നതെന്നാണ് ചോദിക്കുക. നിങ്ങളൊരു യഥാർത്ഥ ഒരു വഖഫ് സംരക്ഷണ മുതലാളിയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് പച്ചയ്ക്ക് പറയുക എന്നുള്ളതാണ്. അത് നിങ്ങൾ കാണിക്കണം, ആ ഒരു മാന്യത നിങ്ങൾ കാണിക്കണം, പച്ചയ്ക്ക് പറയണം നിങ്ങളുടെ യഥാർത്ഥ ഉദ്ദേശം എന്താണ് എന്നുള്ളത് കൃത്യമായിട്ട് പറയണം. അതല്ലാതെ നിങ്ങൾ ഇത്ര നാൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളുടെ ഒരു ആകത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ നടത്തിയ കൊള്ളയ്ക്ക് കണക്കുണ്ടാക്കാൻ വേണ്ടി നമ്മൾ സാധാരണ പറയാറുണ്ട്, നമ്മളൊരു ബാങ്ക് കൊള്ളയടിക്കുന്നു, എന്നിട്ട് നമ്മൾ കോടിക്കണക്കിന് രൂപ അങ്ങ് കൊള്ളയടിക്കും, എത്രയാണെന്നൊന്നും ആരും പറയില്ല. എന്നിട്ട് അടുത്ത ദിവസം പത്രക്കാരും പോലീസുകാരും എല്ലാവരും കൂടി കൊള്ളയടിച്ചുകൊണ്ട് പോയതിന്റെ വലിയൊരു ഒരു ചെറിയ എമൗണ്ട് മാത്രമേ പറയുള്ളൂ, ബാക്കി മുഴുവൻ ആളുകൾ പോക്കറ്റിലാക്കും. എന്ന് വെച്ചാൽ ആ കൊള്ള കൊണ്ട് കുറെ ആളുകൾക്ക് ചില ഗുണങ്ങളുണ്ട്. അപ്പൊ അതിനുവേണ്ടി അവർക്ക് വേണ്ടത് എന്താണ്? ഇതിനൊരു കണക്കുണ്ടാക്കുക എന്നുള്ളതാണ്. ആ കണക്കുണ്ടാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ നടത്തുന്ന തത്രപ്പാട് അതല്ലേ നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിനപ്പുറത്തേക്ക് നിങ്ങൾ എന്തോ വലിയ കാര്യം, സംരക്ഷണ സമിതി എന്നൊക്കെ പറഞ്ഞ് പേരിട്ടിട്ട് ഈ ചെയ്തു കൂട്ടുന്ന കാര്യം കൊണ്ട് സത്യത്തിൽ ഇതിനേക്കാൾ വലിയൊരു പ്രഹസനം വേറെ എന്താ ഉള്ളതെന്നാണ് എനിക്ക് ചോദിക്കുക. ഇത് പിരിച്ചുവിട്ടൂടെ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഒന്നാമത്തെ കാര്യം അതാണ്. അപ്പൊ നിങ്ങൾ ഒരു യഥാർത്ഥ മുതലാളിയെ പോലെ സംസാരിക്കണം, നിങ്ങൾ അത് കാണിക്കുന്നില്ല. ആ ഒരു ആത്മാർത്ഥത, ഒരു ഇന്റഗ്രിറ്റി നിങ്ങൾ കാണിക്കണം എന്നുള്ളതാണ് എനിക്ക് നിങ്ങൾക്ക് വെക്കാനുള്ള, ഫാദറിന് കൊടുത്ത പോലെയുള്ള ഒരു ഉപദേശം എനിക്ക് നിങ്ങൾക്ക് തരാനുള്ളത്. ഒന്നത്. രണ്ടാമത്തത്, ഇവിടെ സുവ്യക്തമായിട്ട് നമ്മൾ മുന്നേ പറഞ്ഞിട്ടുള്ള കാര്യമാണ്, ഞാൻ ഈ ഇസ്ലാം മത സമുദായത്തിൽ ജീവിച്ച് വളർന്ന ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്കും അതിനകത്ത് കണ്ടിട്ടുള്ള കൊള്ളരുതായ്മ, കൊള്ള അതിന് കൂട്ടു നിൽക്കുന്നത് എങ്ങനെയെന്നും തിരിച്ചറിയുന്ന ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ ഞാൻ പച്ചയ്ക്ക് പറയാണ്, ഇന്ത്യ പോലെയുള്ള ഒരു മതേതര രാജ്യത്ത് ഒരിക്കലും പാടില്ലാത്ത ഒരു നിയമ സംവിധാനമാണ്, ഒരു ഇൻസ്റ്റിറ്റ്യൂഷണലൈസ്ഡ് ആക്കപ്പെട്ടിട്ടുള്ള ഒരു മതനിയമം, അതിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു സംഗതിയാണ് ഇന്ന് നമ്മൾ കാണുന്ന ഈ വഖഫ് എന്ന് പറയുന്നത്, വഖഫ് ബോർഡ്. അതുകൊണ്ട് തന്നെ ആ നിലയിൽ അതിനെങ്ങനെ പരിഷ്കരിച്ച് കൊണ്ടു നടക്കുന്നതിൽ ഒരു അർത്ഥവുമില്ല, അതിനെ പിരിച്ചുവിടുകയാണ് വേണ്ടത് എന്നത് തന്നെയാണ് മുന്നേയും പറഞ്ഞിട്ടുള്ളത്, ഇപ്പോഴും പറയാനുള്ളത് തന്നെയാണ്. നമുക്ക് അതിനകത്തൊരു സംശയമില്ല. എന്നാൽ ഇവിടെ നമ്മൾ സംസാരിക്കുന്നത് പ്രായോഗികതയുടെ അടിസ്ഥാനത്തിലാണ്. അവിടെ നമ്മൾ പറയുന്നത് എന്താണ്, ഇപ്പൊ ഞാനൊരു പ്രധാനമന്ത്രി ആയാലും നമുക്കും ഇതിനെയൊക്കെ ഹാൻഡിൽ ചെയ്തല്ലേ പറ്റുള്ളൂ എന്നൊരു നിലയ്ക്ക് നിന്നിട്ടാണ് നമ്മൾ ഇതിനെ അന്വേഷിക്കുന്നത്. എന്ന് വെച്ചപ്പോൾ ഞാൻ നിരീശ്വരവാദിയാണ്, അല്ലെങ്കിൽ ഞാനിപ്പോൾ എക്സ് മുസ്ലിം ആണ് എന്ന് വിചാരിച്ച് ഞാൻ നാളെ പ്രധാനമന്ത്രി ആയാൽ ഇവിടെയുള്ള പള്ളി മുഴുവൻ പൊളിച്ചു കളയാനൊന്നും എനിക്ക് പറ്റില്ലല്ലോ. അങ്ങനെയല്ലല്ലോ അതിന്റെ രീതി. അപ്പൊ ഇവിടെ ഇതുപോലുള്ള ചില യാഥാർത്ഥ്യങ്ങളോട് ഉണ്ടാവുമ്പോൾ അതിനെ നമുക്ക് അഡ്രസ്സ് ചെയ്ത് തന്നെ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അതിനെന്താ അതിന്റെ വഴി? അതിന്റെ ആകെ കൂടിയുള്ള വഴി എന്ന് പറയുന്നത് ഇത്തരം നിയമങ്ങൾ, ആ നിയമങ്ങൾ നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷൻ, കാരണം നമ്മൾ ഉയർത്തിപ്പിടിക്കുന്നത് ആ മൂല്യത്തെയാണ്, ആ കോൺസ്റ്റിറ്റ്യൂഷൻ ഉയർത്തിപ്പിടിക്കുന്ന മൂല്യത്തിന്റെ ഏതെല്ലാം വശങ്ങളെയാണ് ഇത്തരത്തിലുള്ള നിയമങ്ങൾ അതിന്റെ കിരാതമായ വശങ്ങൾ ഉപയോഗിച്ചുകൊണ്ട്, പല്ലും നഖമൊക്കെ ഉപയോഗിച്ചുകൊണ്ട് അതിന് മുറിവേൽപ്പിക്കുന്നത് എന്ന് നോക്കിയിട്ട് അതിനെ നമ്മൾ വെട്ടിമാറ്റുക എന്നതാണ് നമ്മളുടെ ലക്ഷ്യം. അതേ എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ, അത് തന്നെ നമ്മളിവിടെ പറയുന്നുള്ളൂ. അതായത് അനിയന്ത്രിതമായ ഒരു അവകാശം, ഒരു അധികാരം, ഇതെല്ലാം വെച്ചു കൊടുത്തുകൊണ്ട്, അല്ലെങ്കിൽ ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോ ഈ വഖഫ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ കൊള്ള അത് കേരളത്തിൽ മാത്രമല്ലല്ലോ, അത് ഇന്ത്യയിൽ ഉടനീളം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന വിഷയമായിട്ട് മാറുന്നു. അതിൽ ഇരകളാക്കപ്പെടുന്നത് ആരാണ്? ഹിന്ദുക്കൾ മാത്രമല്ലല്ലോ, ക്രിസ്ത്യാനികൾ മാത്രമല്ലല്ലോ, മുസ്ലിങ്ങൾ പോലും ഇതിന്റെ ഇരകളാക്കപ്പെടുന്ന അവസ്ഥ ഉള്ളപ്പോ അവിടെ ഈ തരത്തിൽ ഈ വഖഫിനുള്ള ഇത്തരം മുള്ളും പല്ലും നഖവും ഒക്കെ അതൊരു പ്രശ്നം തന്നെയാണ്. അതിനെ നമ്മൾ തുറന്ന് പറയും. ആ പറയുന്ന സമയത്ത് കണ്ടോ നിങ്ങൾ ആ സംഗതിയെ നിങ്ങൾ ഇവിടെ വർഗീയവൽക്കരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് സത്യത്തിൽ ഇതിൽ വർഗീയത കലർത്തുന്നത് അത് നിങ്ങൾ തന്നെയല്ലേ?
അപ്പൊ നമ്മൾ ഈ നിയമത്തിന്റെ പ്രശ്നത്തെ, ആ നിയമത്തിന്റെ ആ പോരായ്മയും അതുണ്ടാക്കുന്ന ബുദ്ധിമുട്ടുകളെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ അത് മുസ്ലിമിനെയാണ് പറയുന്നത്, അത് ഇസ്ലാമിനെയാണ് പറയുന്നത് എന്ന് നിങ്ങൾ വളച്ചു നീട്ടിക്കൊണ്ട് കൊണ്ടുപോയിട്ട് നിങ്ങൾ അവിടെ തട്ടിച്ച് അതിന് ആ യഥാർത്ഥ പ്രശ്നത്തെ ചർച്ച ചെയ്യുന്നതിൽ നിന്നും തടസ്സപ്പെടുത്തി അതിനെ ചർച്ചയെ വഴിമുട്ടിക്കുക, വഴി തിരിച്ചുവിടുകയും ചെയ്യുന്നത്, സത്യത്തിൽ അതിനെ വർഗീയവൽക്കരിച്ചുകൊണ്ട് നിങ്ങൾ ലക്ഷ്യം വെക്കുന്നത് ഈ ചർച്ച നടക്കാതിരിക്കണം എന്നുള്ളതല്ലേ? അതിനുവേണ്ടിയല്ലേ നിങ്ങൾ ഈ പറയുന്ന മുട്ടിന് ഇത് വർഗീയത പടർത്തുന്നു, വർഗീയത പറയുന്നു, മുസ്ലിങ്ങളെ എന്തോ ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഇതേപോലെ കിടന്ന് നിലവിളിക്കുന്നത്? നിങ്ങൾ ആരെയാണ് കളിപ്പിക്കാൻ നോക്കുന്നതെന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഈ മാതിരിയുള്ള പൊറാട്ട് നാടകമൊക്കെ കുറെ ആയില്ലേ നമ്മൾ കാണുന്നു. നിങ്ങൾ ഇനിയെങ്കിലും കൃത്യമായിട്ടൊരു അസൽ ഈ പറയുന്ന വഖഫ് സംരക്ഷണ മുതലാളിയുടെ ആ തനി സ്വരൂപത്തിൽ നിങ്ങൾക്ക് സംസാരിക്കാൻ എന്തേ നിങ്ങൾക്ക് ആർജവമില്ലാത്തത്? നിങ്ങളുടെ യഥാർത്ഥ മുഖം, നിങ്ങൾ ഉള്ളിൽ ഒളിപ്പിച്ചു വെച്ചുകൊണ്ട് നടക്കുന്ന ആ തക്കിയ മുഖം അത് പുറത്ത് ചാടുമെന്ന് വിചാരിച്ചിട്ടാണോ? ഈ പറയുന്ന വഖഫ് ഒരു യഥാർത്ഥ കൊള്ളസംഘം തന്നെയാണ് എന്നുള്ളത് പുറത്ത് ചാടുമെന്ന് വിചാരിച്ചിട്ടാണോ നിങ്ങൾ അത് പറയാതിരിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇനി പറയാതിരുന്നൊരു കാര്യമൊന്നുമില്ല. നിങ്ങൾ പറയാതെ തന്നെ ഇന്നിപ്പോൾ നാട്ടുകാർക്ക് മുഴുവൻ ഇത് മനസ്സിലാവുന്ന അവസ്ഥയിലേക്ക് നിങ്ങൾ കൊണ്ടെത്തിച്ചിട്ടുണ്ട്. കാരണം നിങ്ങൾ തുടക്കത്തിൽ ഒന്ന് പറയുന്നു, പിന്നീട് വേറൊന്ന് പറയുന്നു, അങ്ങനെ മാറ്റിയും മറിച്ചും പറഞ്ഞ് നിങ്ങൾ യഥാർത്ഥത്തിൽ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് ഇവിടെ വെളിച്ചത്ത് വന്നു കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഉരുണ്ടുകളി അവസാനിപ്പിക്കുക. നിങ്ങൾ കൃത്യമായിട്ട് പറയാം, ഇവിടെ ഈ വഖഫ് ബോർഡ് ചെയർമാൻ പറഞ്ഞ കാര്യത്തെ നിങ്ങൾ അനുകൂലിക്കുന്നുണ്ടോ ഇല്ലേ, അത് പച്ചയ്ക്ക് പറയാ. അതുപോലെ അദ്ദേഹം പറഞ്ഞ മാതിരി ആ എന്താണ് അവിടെ കുടിയേറ്റക്കാർ എന്ന വാക്ക് അത് നിങ്ങൾ ഉപയോഗിക്കുമോ ഇല്ലേ, അത് ഉപയോഗിച്ച് തെറ്റാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇല്ലേ? നിങ്ങൾ കൃത്യമായിട്ട് പറയണം. അല്ലാതെ കയ്യേറ്റക്കാർ എന്ന് ആദ്യം പറഞ്ഞത് ശ്രീ മുജീബ് റഹ്മാൻ തന്നെയാണ്. ഈ ഒരു ചർച്ചയിലാണ് പറഞ്ഞത് അവർ കയ്യേറ്റക്കാരാണ് എന്ന്. പക്ഷെ ഇതേ മുജീബ് റഹ്മാൻ തന്നെയാണ് തുടക്കത്തിൽ പറഞ്ഞത് ഒരാളെ പോലും ഞങ്ങൾ അവിടെ നിന്ന് കുടിയിറക്കില്ല എന്ന്. അത് നമ്മൾ മറന്നു പോകാൻ പാടില്ലല്ലോ. അതാണ് ഈ സ്വരം മാറ്റുന്നുണ്ടല്ലോ ഇടക്കിടക്ക്. അതെ, അപ്പൊ ഞാൻ പറയുന്നത് ഇത്രയേ ഉള്ളൂ. പുറത്താണ് ആരാണ് സ്വാധീനിക്കുന്നത് എന്നുകൂടി അറിയണം, വ്യക്തമാക്കണം ശ്രീ മുജീബ് റഹ്മാൻ. ഞാൻ രണ്ട് കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. എനിക്ക് വെക്കാനുള്ളത് 2-3 ചോദ്യങ്ങളും അവസാനമായിട്ടൊരു കാര്യവും ആണ് പറയാനുള്ളത്. അതായത് ഈ ചോദ്യങ്ങൾ ഇതാണ്: ഈ വഖഫ് ബോർഡ് ചെയർമാൻ പറഞ്ഞ കാര്യത്തോട് മുജീബ് റഹ്മാൻ യോജിക്കുന്നുണ്ടോ ഇല്ലേ? കൃത്യമായിട്ട് ഉത്തരം പറയണം. അതിന് യെസ് ഓർ നോ പറയണം. അത് പറഞ്ഞത് യോജിക്കുന്നുണ്ടെങ്കിൽ ഉണ്ട്, ഇല്ലെങ്കിൽ ഇല്ല, ഇല്ലെങ്കിൽ എന്തുകൊണ്ട് എന്നുള്ളത് നിങ്ങൾ പറയാ. യോജിക്കുന്നുണ്ടെങ്കിൽ അത് എന്തുകൊണ്ട് യോജിക്കുന്നു എന്ന് നിങ്ങൾ പറയാ. അതല്ല, അതോടൊപ്പം നിങ്ങൾ ഉത്തരം പറയേണ്ട കാര്യമാണ് ഈ പറയുന്ന കുടിയേറ്റക്കാർ എന്ന് വിളിക്കുന്ന ആ ഒരു വാദം, അത്തരത്തിലുള്ള ഒരു പ്രയോഗം, അത് കയ്യേറ്റക്കാർ, അത് നിങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടോ, അത് നിർത്തുന്നുണ്ടോ ആ ഒരു പ്രയോഗം എന്നുള്ളതാണ് നിങ്ങൾ പറയാനുള്ളത്. ഇനി അവസാനമായിട്ട് അതിൽ എനിക്ക് പറയാനുള്ള കാര്യം, ഇവിടെ ഈ കുടുംബങ്ങളുടെ എണ്ണം അന്വേഷിച്ചും അതുപോലെ ഇതുപോലെ അവിടുത്തെ സ്ഥലത്തിന്റെ കണക്ക് അന്വേഷിച്ചൊക്കെ നടക്കുന്ന പണി, യഥാർത്ഥത്തിൽ ഈ കണക്ക് നിങ്ങളുടെ കയ്യിലുണ്ടോ ഇല്ലേ? വഖഫ് ബോർഡിന്റെ കയ്യിൽ എത്ര അളവ് സ്ഥലമാണ് നിങ്ങളുടെ കയ്യിലുള്ളത്, അവിടെ എത്ര കുടുംബങ്ങളുണ്ട് എന്നുള്ളത് സംബന്ധിച്ചിട്ടുള്ള കണക്കാണ്. വഖഫ് ബോർഡിൻ്റെതാണ് സ്ഥലം എന്ന് നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ വഖഫ് ബോർഡിന്റെ സ്ഥലം എന്ന കണക്കിൽ എത്രയാണ് അവിടെ നിങ്ങളുടെ കയ്യിലുള്ളത് എന്ന് നിങ്ങൾ കൃത്യമായിട്ട് പറയാം. ആ രേഖ നിങ്ങൾ മുന്നോട്ട് വെക്കുക. അത് ആണ് മറ്റൊരു ചോദ്യം. ഇനി അവസാനമായിട്ട് അതിൽ മറ്റൊരു കാര്യം കൂടി പറയാനുള്ളത്, നിങ്ങൾ ഈ പറയുന്ന വിഷയം പറയുന്ന സമയത്ത് ഇവിടെ ഒരു തെറ്റിദ്ധരിപ്പിക്കൽ ശ്രമം നടത്തുന്നുണ്ട്. കോടതി നിരീക്ഷിച്ചില്ലേ എന്ന് ചോദിക്കുന്നു, അതല്ലെങ്കിൽ സർക്കാരുകൾ പറഞ്ഞില്ലേ എന്ന് പറയുന്നു. ഇത് കേൾക്കുമ്പോൾ ആളുകൾ തെറ്റിദ്ധരിക്കുന്നത് ഇവിടെ ഓൾറെഡി ഇത് വഖഫ് ഭൂമി ആണോ അല്ലയോ എന്നൊരു തർക്കം നടന്നു കഴിഞ്ഞിട്ടുണ്ട്, അതിന്റെ പേരിൽ ഒരു തീരുമാനവും വന്നു കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളൊരു തെറ്റിദ്ധരിപ്പിക്കൽ ആണ് ഇവിടെ നടക്കുന്നത്. അടിവരായിട്ട് പറയാണ്, ഇവിടെ നേരത്തെ സൂചിപ്പിച്ചു, അങ്ങനെ ഒരു തർക്കം ഇവിടെ നടന്നിട്ടില്ല. അതല്ലായിരുന്നു ഇവിടുത്തെ പ്രശ്നം. അതുകൊണ്ട് തന്നെ ഇത് വഖഫ് ഭൂമിയാണ് എന്ന് സ്ഥാപിക്കുന്ന തരത്തിൽ ഒരു നിയമമോ അല്ലെങ്കിൽ ഒരു നിരീക്ഷണമോ ഇതുപോലെ ഒരു കോടതിയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്ഥാപനമോ നടന്നിട്ടില്ല. തർക്കമുണ്ട് എന്നുള്ളത് മാത്രമേ സമ്മതിച്ചിട്ടുള്ളൂ. അതല്ലാതെ ഇത് വഖഫ് ആണ് എന്ന് സ്ഥാപിക്കുന്ന തരത്തിലുള്ള ഒരു നിരീക്ഷണവും ഇതുവരെ ഉണ്ടായിട്ടില്ല. അപ്പോൾ അത്തരത്തിലുള്ള കള്ളം പറഞ്ഞുകൊണ്ട്, നുണയില്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഇസ്ലാം ഇല്ല എന്ന് നമ്മൾ പറയാറുണ്ട്. നിങ്ങളാണ് നമ്മളെ കൊണ്ട് പറയിപ്പിക്കുന്നത്. വഖഫ് എന്ന് പറയുന്നത് നിങ്ങൾ വിശ്വാസത്തിൻ്റെതാണ് നിങ്ങൾ പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ അവസാനം അതാ പറഞ്ഞു വെക്കുന്നത്. വിതൗട്ട് ലൈസ് ഇസ്ലാം ഡൈസ് എന്ന് നമ്മൾ പറയാറുണ്ട്. അത് തന്നെയാണ് നിങ്ങൾ ഇവിടെ വീണ്ടും വീണ്ടും തെളിയിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ കൃത്യമായിട്ട് പറയും, മതേതര രാജ്യമായ ഇന്ത്യയിൽ ഇത്തരത്തിലുള്ള ഒരു കാടൻ രീതിയിൽ ഒരു മതത്തെ നിങ്ങൾ ഇതുപോലെ സംരക്ഷിക്കാൻ, ആ നിയമത്തെ നിങ്ങൾ ബാക്കിയുള്ള ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതി, മുസ്ലിങ്ങൾക്കടക്കം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ ഇവിടെ നിലനിർത്താനും വേണ്ടിയിട്ട് വാദിക്കുന്നതിൽ എന്താണ് നിങ്ങളുടെ ചേതോവികാരം? ഇതാണ് എനിക്ക് അറിയാനുള്ളത്. സമാനമായ രീതിയിൽ മറ്റ് മതങ്ങൾ ഇതേപോലെ സംഗതിയുമായിട്ട് വന്നാൽ അവരതിനു വേണ്ടി വാദിച്ചാൽ, പോത്തിനെ തിന്നരുതെന്നോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ അത് അവരുടെ മതത്തിന്റെ അവകാശമല്ലേ എന്ന് പറഞ്ഞ് നിങ്ങൾ അതിനെ വകവെച്ച് കൊടുക്കുമോ ഇല്ലേ? ഇതും കൂടി ഒന്ന് ആലോചിച്ചിട്ട് പറഞ്ഞാൽ വളരെ ഉപകാരം. ഓക്കെ തിരിച്ചു വരാം ഇടവേളയ്ക്ക് ശേഷം. പെർഫെക്റ്റ് ആയിട്ടുണ്ട് മോളെ.
കാരണം അമ്മ എനിക്ക് പെർഫെക്റ്റ് ടേസ്റ്റ് പാർട്ട്ണറെ അല്ലേ തന്നത്. ഈസ്റ്റേൺ സാമ്പാർ 40 വർഷമായി കേരളത്തിലെ #1 സാമ്പാർ പൗഡർ. ഇത് കമലയ്ക്ക് വേർതിരിവുകളില്ല. ചുവപ്പ് പച്ച പുല്ലുകളിൽ, ചുവപ്പ് പച്ച ലൈറ്റുകളിൽ. നിങ്ങളുടെ സ്കൂട്ടറിൽ ഒരു ഹോണുണ്ട്, കമലയ്ക്ക് 2. റോഡിലെ ഗ്രിപ്പ് നന്നായിരിക്കട്ടെ, ഒപ്പം നിങ്ങളുടെ സന്ധിബന്ധങ്ങളും. ഘടിപ്പിക്കൂ സിയറ്റ് സ്കൂട്ടർ ടയേഴ്സ്. സിയറ്റ്. അത് വഖഫ് ബോർഡ് ചെയർമാൻ ഈ ഒരു അവസരത്തിൽ ഇത്തരത്തിലുള്ളൊരു പരാമർശം നടത്താനുള്ള കാരണം എന്തായിരിക്കും? ഞാൻ തുടക്കത്തിൽ പറയുകയുണ്ടായി, അതായത് വഖഫ് സംരക്ഷണ റാലിയും മഹാസമ്മേളനമൊക്കെ നടത്താൻ പോവുകയാണ് ഒരു സംഘടന. അപ്പോൾ ഇത് അവർക്ക് ഊർജം പകരുന്ന ഒരു പരാമർശം കൂടിയല്ലേ? അതില് ഇപ്പൊ നമ്മള് കഴിഞ്ഞ ഏതാനും വെള്ളിയാഴ്ചകളായിട്ടൊക്കെ നമ്മൾ കാണുന്നുണ്ടല്ലോ, കേരളത്തിലുള്ളവരെല്ലാവരും കാണുന്നുണ്ട്. സമ്മേളനങ്ങൾ അവിടെ ഇവിടെയും വയ്ക്കുന്നു, അത് വലിയൊരു വിഷയമായിട്ട് വരുന്നു. അവര് വളരെ പ്രകോപനമായ രീതിയിലുള്ള സംസാരങ്ങൾ നടത്തുന്നു. ഇതെല്ലാം നമ്മൾ കാണുന്നുണ്ട്. തങ്ങൾ 3 വർഷമായി അന്യായമായ റവന്യൂ തടങ്കലിലായിരിക്കുന്ന ജനം, ആ ജനം നടത്തുന്ന ഒരു സമരം നമുക്കറിയാം. അവിടെ മുനമ്പത്ത് നടക്കുകയാണ്. 125ഓളം ദിവസമാകുന്നു. ആ ജനത്തെ കെട്ടിയിട്ട അവസ്ഥയിലാണ്. അവര് ഇപ്പൊ നേരത്തെ പറഞ്ഞല്ലോ, 1989 മുതൽ 1991 വരെ കൃത്യമായിട്ട് പേരുകൾ വരെ അവിടെ ഉണ്ട്. വളരെ കൃത്യമായിട്ട് 156 അന്നത്തെ രീതിയിൽ 156 പേരുടെ അഡ്രസ്സും കാര്യങ്ങളും അവിടെ കൊടുത്തിട്ടുണ്ട്. എന്ന് മാത്രമല്ല, അത് എപ്പോഴാ 1987 ഒരു പറവൂർ സബ് കോർട്ടിന്റെ ഒരു വിധി വന്നു. അവിടുന്ന് എന്താണ് അവിടെയുള്ള കുടിയേറ്റക്കാര് അവരെ ഒഴിപ്പിക്കണം, അതിന് ഒരു റിസീവറെ വെക്കുന്നു. അങ്ങനെ 5 മാസത്തിനുള്ള അവരെ അവിടുന്ന് ഒഴിപ്പിക്കണം. പ്രശ്നം എന്തായിരുന്നു? വഖഫ് എന്നുള്ളതല്ല, പ്രശ്നം എന്തായിരുന്നു? അത് ഫറൂഖ് കോളേജിന്റെ ഭൂമി എന്നുള്ള രീതിയിലാണ്. ഉടമസ്ഥാവകാശം, അതാണ് കൃത്യമായിട്ട് പറഞ്ഞത്. ഉടമസ്ഥാവകാശം ആരുടേത്? ഇതായിരുന്നു ചോദ്യം. ആ ചോദ്യത്തിന് കോടതിയില് 1987 വിധിയിൽ ഇതാണ് പറഞ്ഞു വെച്ചിട്ടുള്ളത്. അതിനുശേഷമോ 1989 ഫറൂഖ് കോളേജ് കോടതിയിൽ വീണ്ടും ഒരു 1988 ഫറൂഖ് കോളേജ് തീരുമാനമെടുക്കുന്നു, ഈ ഭൂമി ഇവിടുത്തെ ആളുകളുമായിട്ട് അവരെ ഈ പറഞ്ഞതുപോലെ ഒഴിപ്പിക്കുക അസാധ്യമാണ്. 5 മാസത്തിനുള്ളിൽ അവിടുന്ന് ഒഴിപ്പിക്കുക അസാധ്യം. കാരണം എന്താ വെച്ചാൽ ഒത്തിരി നീണ്ട ചരിത്രമുണ്ട് ആ ജനത്തിന്റെ ചരിത്രം. അങ്ങനെ അവരെ അങ്ങനെ ഒഴിപ്പിക്കാനാവില്ല എന്ന് ഫറൂഖ് കോളേജിന് വ്യക്തമായതുകൊണ്ട് ഫറൂഖ് കോളേജ് തീരുമാനിക്കുന്നു ഇത് വിറ്റേക്കാം. അവര് തീരുമാനമെടുത്ത് അവരുടെ മിനിറ്റ്സിൽ എഴുതി വെച്ചിരിക്കുന്ന കാര്യമല്ലേ. 1988 അവര് തീരുമാനിക്കുന്നു ഒഴിപ്പിച്ചേക്കാം. 1989 കോടതിയിൽ നിന്ന് അവര് അനുവാദം വാങ്ങുന്നു ഇത് അളന്ന് കൊടുക്കാനായിട്ട്. അപ്പൊ കാരണം ഇപ്പൊ കോടതിയുടെ കയ്യിലിരിക്കുകയാണ്, അപ്പോ അളന്ന് കൊടുക്കാനായിട്ടുള്ള അനുവാദം വേണം. അപ്പോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ടിരിക്കുകയാണ്. ആ രീതിയിൽ 1989 മുതൽ 1991 വരെയുള്ള കാലഘട്ടങ്ങളിൽ അഡ്രസ്സ് കൃത്യമായിട്ട് എഴുതപ്പെട്ടുള്ള 157ഓളം കുടുംബങ്ങൾ പേരുകൾ കൃത്യമായിട്ട് അവിടെ ഉണ്ട്. അതുകൂടാതെ പേര് അവിടെ അത് സൂചിപ്പിച്ചിട്ടുണ്ട്, പേരില്ലാത്തവര്. അപ്പോഴ് 218 അന്ന് 1991 218 കുടുംബങ്ങൾ അന്ന് ഈ ഫാറൂഖ് കോളേജിൽ നിന്ന് പണം കൊടുത്ത് വാങ്ങിയ ഭൂമി, ആധാരം ചെയ്തെടുത്ത ഭൂമി, ഇതുവരെ കരമടച്ച് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഭൂമി കൊള്ളക്കാര് 2009 പിടിച്ചെടുക്കുന്നു, പ്രഖ്യാപിക്കുന്നതിന് എന്താണ് മാനദണ്ഡം? ഒന്നുമില്ല, വഖഫ് ആക്ട് പഴുതിട്ട് വച്ചിട്ടുള്ള ആർട്ടിക്കിൾ 40 ഇട്ടുവച്ചിട്ടുള്ള പഴുതുകൾ, ആ പഴുതുകൾ ഉപയോഗിച്ച് വഖഫ് ബോർഡ് അത് വഖഫായി പ്രഖ്യാപിക്കുന്നു.
2019 അത് രജിസ്ട്രിയിലേക്ക് എഴുതിയെടുക്കുന്നു. 2022 അവിടെ അവർക്ക് റവന്യൂ അവകാശങ്ങളെല്ലാം ബ്ലോക്ക് ആകുന്നു. എന്തൊരു കടുത്ത അനീതിയാണ് ഈ നടക്കുന്നത് നമ്മുടെ നാട്ടില്. സത്യത്തിൽ ഇവിടെ വലിയൊരു പ്രക്ഷോഭത്തിലേക്ക് പോകേണ്ടത് ആരാണ്? ഗൗരവമായിട്ട് ചിന്തിച്ചു നോക്ക്. മനസാക്ഷിയുള്ള കേരള സമൂഹം ചിന്തിക്കട്ടെ. ഇവിടെ ശക്തമായ ഒരു പ്രക്ഷോഭത്തിലേക്ക് നീങ്ങേണ്ടത് ആരാണ്? അവിടെയുള്ള 610 കുടുംബങ്ങളുടെ. പക്ഷേ ഒന്നാലോചിച്ച് നോക്കി, എത്ര സമാധാനപരമായി, എത്ര ഭംഗിയായി അവര് തങ്ങളുടെ വേദന സർക്കാരിനെ അറിയിക്കുന്നു, തങ്ങളുടെ വേദന പൊതുസമൂഹത്തെ അറിയിക്കുന്നു. എത്ര കൃത്യമായി അവർ കാര്യങ്ങൾ പഠിച്ച് അവതരിപ്പിക്കുന്നു. MP-മാർക്ക് വരെ അവര് കത്തെഴുതി. MP-മാർക്ക് ഇന്ത്യയിലുള്ള സകല രാഷ്ട്രീയ പാർട്ടികൾക്കും അവർ കത്തെഴുതി. എന്താണെന്നറിയാവോ? തങ്ങൾ ഈ അവസ്ഥയിലായിരിക്കുന്നതിന്റെ യഥാർത്ഥ കാരണം എന്ത്? യഥാർത്ഥ കാരണം വഖഫ് ആക്ട് തന്നെയാണ്, വഖഫ് നിയമം ആണ്. അതുകൊണ്ട് ഇന്ന സെക്ഷനുകൾ ഞങ്ങൾക്ക് വളരെയേറെ പ്രശ്നം ഉണ്ടാക്കി, ഞങ്ങളെ ഈ അവസ്ഥയിലാക്കിയിരിക്കുന്നത് വഖഫ് ആക്ടിലെ ഇന്ന പ്രശ്നങ്ങളാണ്. അപ്പോ നോക്കൂ, ഒരു ജനത വലിയ അടിച്ചമർത്തലുകൾ നേരിടുന്ന ഈ സമയത്ത് 3 വർഷമായിട്ട് വലിയ കിരാതമായ ഒരു നിയമം കൊണ്ട് ഒരു കൊള്ള സംഘം പോലെ പ്രവർത്തിക്കുന്ന വഖഫ് ബോർഡ് ഇതുപോലുള്ള അന്യായം ചെയ്തിട്ട് ആ ജനം എത്ര മാന്യമായി, എത്ര ജനാധിപത്യപരമായി, എത്ര മതേതരപരമായി, എത്ര സുന്ദരമായിട്ടാണ് കാര്യങ്ങൾ അവർ ചെയ്യുന്നത്. ആ ജനം ഏതെങ്കിലും വർഗീയത അവർ പരത്തിയതായിട്ട് നിങ്ങൾ കണ്ടോ? ഏതെങ്കിലും രീതിയിൽ ഒരു സ്ഫോടനാത്മകമായ ഒരു അറ്റ്മോസ്ഫിയർ അവർ ഉണ്ടാക്കിയതായിട്ട് കണ്ടോ? പക്ഷേ നമ്മൾ കഴിഞ്ഞ ഏതാനും വെള്ളിയാഴ്ചകളിലായി കണ്ടുവരികയാണ്, പെരുപ്പിച്ച് വരികയാണ്. മുജീബ് റഹ്മാൻമാര് പെരുപ്പിച്ചു വരികയാണ്. തനിനിറം. ഈ തനിനിറമാണ് ഈ പൊതുസമൂഹം തിരിച്ചറിയുന്നത്. കേരളത്തിലെ പൊതുസമൂഹം ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഈ വഖഫ് ബോർഡിന്റെ അധിനിവേശങ്ങളിൽ ഏറ്റവും കൂടുതൽ വിഷമിക്കുന്നത് ആരാ? കേരളത്തിലെ വഖഫ് ബോർഡിന്റെ അധിനിവേശങ്ങളിൽ ഏറ്റവും കൂടുതൽ വിഷമിക്കുന്നത് ആരാ? കണക്കെടുത്ത് നോക്കിയാൽ മതിയല്ലോ, വംശി എടുത്ത് നോക്കിയാൽ മതിയല്ലോ. വംശിയിൽ കൃത്യമായിട്ട് പറഞ്ഞു വെച്ചിട്ടുണ്ടല്ലോ. കേരളത്തിൽ കൃത്യമായി ഡീറ്റെയിൽസ് അറിയാവുന്ന വഖഫ് ക്ലെയിംസ്, അതായത് ഏത് ഭൂമി, അതിന്റെ സർവേ നമ്പർ എത്ര, അതിരുകൾ ഏത്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽസ് അറിയാവുന്ന വഖഫ് ഭൂമികൾ അതില് 1167 മറ്റോ ആണ് ഉള്ളത്. പക്ഷേ അതിൽ 1006 ഭൂമിയും തർക്കത്തിലാണ്. 1006. ഓർക്കണം, 53,297 ഭൂമികൾ വംശിയിൽ കേരളത്തിലെ വഖഫ് ബോർഡ് വഖഫ് അവകാശം മുന്നോട്ട് വെച്ചിട്ടുണ്ടെന്ന് ഓർക്കണം. 53,297, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ. ഇത് വംശി സൈറ്റിലുള്ളതാണേ, കൃത്യമായിട്ട് അവിടെ കിടക്കുന്ന സംഗതികളാണ്. പക്ഷെ അതിൽ 52,000-ലേറെ സ്ഥലങ്ങളെക്കുറിച്ചും ഡീറ്റെയിൽസ് ലഭ്യമല്ല. അതിന്റെ അർത്ഥം എന്താണ്? തൽക്കാലത്തേക്ക് പതുങ്ങിയിരിക്കുകയാണെന്നാണ്. കൊള്ള സംഘം തൽക്കാലം പതുങ്ങിയിരിക്കുകയാണ്. ഇനി ഒരു 10-15 വർഷം കൂടി കഴിയുമ്പോഴേക്കും അവിടെ ഒരു സർവേ നമ്പർ ഇടാം. ഇത് എന്തൊരു വഞ്ചനയാണ് ഈ നടക്കുന്നത്, എന്തൊരു കൊള്ളയാണ് ഈ നാട്ടിൽ നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ വക കാര്യങ്ങളെ കുറിച്ച് ഇന്ത്യൻ ജനത, അവിടെ മതവും ജാതിയുടെ ഒരു വിഷയമില്ല. എന്നെ കോണ്ടാക്ട് ചെയ്യുന്നവരിൽ വളരെയേറെ പേര് മുസ്ലിം സഹോദരങ്ങളുണ്ട്. ഞാൻ എഴുതുന്ന ആർട്ടിക്കിളുകളിൽ പല കൃത്യമായ റെഫറൻസസും കാര്യങ്ങളും എനിക്ക് ലഭിക്കുന്നത് മുസ്ലിം സഹോദരങ്ങളിൽ നിന്നാണ്. അപ്പൊ മുജീബ് റഹ്മാനൊക്കെ ആരെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? ഇനി കേരളത്തിലെ 1006 തർക്കങ്ങൾ വഖഫ് ബോർഡും കേരളത്തിലെ ജനവുമായിട്ടുള്ളതിൽ ഓർക്കണം, 551 കേസുകളും ആരുമായിട്ടാ ഉള്ളത്? അപ്പോ വർഗീയത എന്ന് പറയുന്നത് എന്തിനാണിത് മതവും ജാതി എന്നൊക്കെ പറയുന്നത്? മുസ്ലിം സമുദായത്തിൽപ്പെട്ട സഹോദരങ്ങൾ തന്നെയും വഖഫ് ബോർഡിന്റെ ഈ അധിനിവേശങ്ങളിൽ കിടന്ന് ഞെരിപിരി കൊള്ളുകയാണ്. അതുകൊണ്ടാണല്ലോ 551 തർക്കങ്ങൾ മുസ്ലിം സഹോദരങ്ങളും വഖഫ് ബോർഡുമായിട്ട് ഇന്നുള്ളത്.
അപ്പോ ഇങ്ങനെയുള്ള ശരിയായിട്ടുള്ള കണക്കുകൾ മുജീബ് റഹ്മാൻ പഠിക്ക്, ശരിയായി മനസ്സിലാക്ക്. നമ്മൾ ഒന്നല്ലേ, നമ്മൾ ഇന്ത്യയിലെ ജനം മതേതരത്വത്തിൽ വിശ്വസിക്കുന്ന, ഒന്നിച്ചു ജീവിക്കണമെന്ന്, ഒന്നിച്ച സ്നേഹത്തിൽ ജീവിക്കണമെന്ന്, ഒരു മതത്തിന്റെയും കാര്യങ്ങൾ മറ്റൊരു മതത്തിന്റെയോ മറ്റാളുകളുടെയോ മേൽ അടിച്ചേൽപ്പിക്കരുതെന്ന് നിർബന്ധം വേണ്ടേ റജീബ് മുഹമ്മൻ? വേണ്ടേ? ഇവിടുത്തെ ജമാഅത്തെ ഇസ്ലാമിയും ഇവിടുത്തെ SDPIയും ഇവിടുത്തെ PDP ഒക്കെ ഇപ്പോൾ കാണിച്ചു കൂട്ടുന്നത് എന്താണ്? ഇങ്ങനെ പോയാൽ മതിയോ? ഈ നമ്മുടെ ഇന്ത്യ പണ്ടത്തെ 1947 ആ സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷമുള്ള ഒരു അവസ്ഥയില്ലേ, ആ ഒരു വളരെ ഗൗരവം പിടിച്ച, വളരെ അപകടം പിടിച്ച ആ ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ നാടിനെ കൊണ്ടുപോയി എത്തിക്കണമെന്നാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? ദയവ് ചെയ്ത് ഇന്ത്യയുടെ ഭരണഘടനയെ നിങ്ങൾ അംഗീകരിക്കുക, ഇന്ത്യയുടെ മതേതരത്വത്തെ നിങ്ങൾ ആദരിക്കുക, ഇന്ത്യയുടെ ജനാധിപത്യത്തെ ദയവ് ചെയ്ത് അതിനു വേണ്ടി നിലകൊള്ളുക. നമുക്കിവിടെ ഒരു ഇസ്ലാമിക രാഷ്ട്രം വേണ്ട, നമുക്കിവിടെ ഒരു ക്രൈസ്തവ രാഷ്ട്രം വേണ്ട, നമുക്കിവിടെ ഒരു ഹൈന്ദവ രാഷ്ട്രവും വേണ്ട. തെളിച്ചു പറയൂ മുജീബ് റഹ്മാൻ. നോക്കണം, ആ പുസ്തകം എന്റെ മനസ്സിൽ ഓർമ്മ വരികയാണ്. ചേന്ദമംഗലൂരിന്റെ അദ്ദേഹത്തിന്റെ ആ പുസ്തകം ഓർമ്മ വരികയാണ്. എന്താണ്? ദൈവത്തിന്റെ രാഷ്ട്രീയം. ഓന്തിന്റെ പടമാണ് കവർ പേജിൽ എന്ന് ഓർക്കണം. ദൈവത്തിന്റെ രാഷ്ട്രീയം. മുജീബ് റഹ്മാൻ നേരത്തെ ആരിഫ് ഹുസൈൻ ചോദിച്ച ഒരു ചോദ്യം, അതായത് ഈ വഖഫ് ബോർഡ് ചെയർമാൻ സക്കീറിന്റെ പ്രസ്താവനയെ താങ്കൾ അനുകൂലിക്കുന്നുണ്ടോ? മായി ബന്ധപ്പെട്ടിട്ട് ഇവിടെ നേരത്തെ നമ്മുടെ പിതാവ് സംസാരിച്ചു. അല്ല, അദ്ദേഹത്തിന് പ്രത്യേകിച്ച് മറുപടി പറയണ്ടല്ലോ. സംസ്ഥാന ഗവൺമെന്റിന്റെ കീഴിലുള്ള ഒരു വഖഫ് ബോർഡിന്റെ ചെയർമാൻ ഇതിന് പറഞ്ഞു ഞാൻ അത് അംഗീകരിക്കുന്നോ, അദ്ദേഹം അംഗീകരിക്കുന്നു, ഞാൻ പറയേണ്ട ആവശ്യമില്ല. അതൊരു ഗവൺമെന്റ് സംവിധാനമാണ്. ആ സംവിധാനം നിലവിലുള്ള അവസരം ചോദ്യം ചെയ്യാനുള്ള നിലവിലുള്ള എല്ലാ സംവിധാനങ്ങളും ഇവിടെ ഉണ്ട്. അവിടെ വഖഫ് ബോർഡ് എന്തെങ്കിലും അവർക്ക് തോന്നിയത് പറഞ്ഞാൽ അത് ചോദ്യം ചെയ്യാനുള്ള സംവിധാനങ്ങൾ ഇവിടെയുണ്ട് നിലവിൽ. ഇപ്പൊ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടക്കുന്ന ചർച്ചയില് ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മുടെ ജോഷി അച്ഛൻ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞത് നമ്മുടെ സംസ്ഥാന ഗവൺമെന്റ് നിയോഗിച്ച കമ്മീഷൻ, രാമചന്ദ്രൻ കമ്മീഷൻ, വളരെ കൃത്യമായ രീതിയിൽ അവിടെ നടന്ന മുനമ്പം സന്ദർശന വേളയിൽ ആ സമരസമിതി സംഘടിപ്പിച്ചിട്ടുള്ള അത് തന്നെ ഞാൻ ഇടയ്ക്ക് വരുന്നേ. അപ്പൊ അങ്ങനെ മുനമ്പം സമിതി സംഘടിപ്പിച്ച സ്വീകരണം ഏറ്റുവാങ്ങിക്കൊണ്ട് അവിടുത്തെ സമരസമിതിയുടെ ആ സമരപ്പന്തലിൽ വന്നിട്ട് നിലവിൽ ഈ ഭൂമി വഖഫാണ് എന്ന് ഒരു കോടതിയും ഒരു സ്ഥലത്തും എവിടെയും പറഞ്ഞിട്ടില്ല എന്ന് ഒരു തട്ടിപ്പ് കേസിലെ 3-ാം പ്രതി പറയുന്നതാണോ അദ്ദേഹത്തിന് വിശ്വാസ്യയോഗ്യമായിട്ടുള്ളത്? അതല്ല, കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ നിന്നും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബെച്ചു കുര്യൻ എന്ന് പറയുന്ന ബഹുമാന്യനായ ജഡ്ജി, അദ്ദേഹം വളരെ കൃത്യമായ രീതിയിൽ അതുമായി ബന്ധപ്പെട്ടിട്ട് ഈ പറയപ്പെടുന്ന തട്ടിപ്പ് കേസിൽ 3-ാം പ്രതിയായിട്ടുള്ള കമ്മീഷന്റെ അന്വേഷണത്തെ അദ്ദേഹത്തിനെ നിയോഗിച്ചിട്ടുള്ള സംസ്ഥാന ഗവൺമെന്റിന്റെ നടപടിയെ ചോദ്യം ചെയ്തുകൊണ്ട് ഹൈക്കോടതിയിൽ വന്ന ആ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ജഡ്ജി വളരെ കൃത്യമായ രീതിയിൽ, അതൊന്നും ചിലപ്പോ ജോഷി മയ്യാട്ടിൽ പിതാവ് പത്രത്തിൽ ചിലപ്പോൾ വായിച്ചിട്ടില്ല, അദ്ദേഹം ചിലപ്പോൾ ദീപിക മാത്രമായിരിക്കും വായിക്കുന്നത്, അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവില്ല. ആ ജഡ്ജി വളരെ കൃത്യമായി ഇത് വഖഫ് ഭൂമിയാണ് എന്ന് എത്രയോ തവണ കോടതികൾ വളരെ കൃത്യമായ രീതിയിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. പിന്നെ അങ്ങനെ വഖഫ് ഭൂമി ആണ് എന്ന് വളരെ കൃത്യമായി പറഞ്ഞിട്ടുള്ള ഈ ഭൂമിയുടെ വിഷയത്തിൽ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് സംസ്ഥാന ഗവൺമെന്റ് ഒരു അന്വേഷണ കമ്മീഷനെ വെച്ച് അന്വേഷിച്ചിട്ടുള്ളത്? എന്റെ വാക്കല്ല കേട്ടോ. ഇനിയിപ്പോ അതില് എന്നോട് തർക്കിക്കേണ്ടതില്ല. ഈ ചിലപ്പോ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതിൽ ജനം ചാനലും അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം വന്ന ചർച്ചയില് നമ്മുടെ ആങ്കർ തന്നെ എന്നോട് ചോദിച്ചു, നിലവിൽ കോടതിയുടെ ഇടക്ക് സംസാരിക്കരുത്, ഇടക്ക് സംസാരിക്കും 3 പേര് സംസാരിച്ചപ്പോൾ ചോദിച്ചുകൊണ്ട് ഞാൻ പറയുമ്പോ ഇത്രയും പേര് സംസാരിച്ചപ്പോ ആങ്കർ അതിന്റെ ഇടയ്ക്ക് സംസാരിച്ചിട്ടില്ല. ഞാൻ സംസാരിക്കട്ടെ. ഞാനുണ്ടായിരുന്നു ആ കോടതിയിൽ വളരെ കൃത്യമായ രീതിയിൽ
ബിച്ചു കുര്യൻ സാറ് ഇത് വഖഫ് ഭൂമിയാണ് എന്നുള്ളത് എത്രയോ നേരത്തെ തന്നെ കോടതികൾ പ്രതിപാദിച്ചിട്ടുള്ള ഒരു ഭൂമിയാണ്. ഈ ഭൂമിയുടെ വിഷയത്തിൽ എന്തടിസ്ഥാനത്തിലാണ് സംസ്ഥാന ഗവൺമെന്റ് ഒരു അന്വേഷണ കമ്മീഷനെ വെച്ചിട്ടുള്ളത് എന്ന് ചോദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ 2022 ജോഷി മയ്യാട്ടിൽ പിതാവിന്റെ നേതൃത്വത്തിലായിരിക്കുമല്ലോ സ്ഥലം MLA ഉണ്ണികൃഷ്ണൻ ഉൾപ്പെടെയുള്ളവരുമായി സംസാരിച്ച് അവിടുത്തെ ആ പള്ളിയിലെ തന്നെ വികാരിയും ബാക്കിയുള്ള ജനപ്രതിനിധികളും ഒക്കെയായി തിരുവനന്തപുരത്ത് പോയത്, മുഖ്യമന്ത്രിയുമായി ചർച്ച ചെയ്തത്, മുഖ്യമന്ത്രി ജില്ലാ കളക്ടറുമായിട്ടും ഇന്നത്തെ വഖഫ് ബോർഡ് ചെയർമാനെ കുറിച്ച് നിങ്ങൾക്ക് എതിരഭിപ്രായം ഉണ്ടെങ്കിൽ അന്നത്തെ TK ഹംസ എന്ന് പറയുന്ന വഖഫ് ബോർഡ് ചെയർമാനുമായി ബന്ധപ്പെട്ടത്. വഖഫ് മന്ത്രി അന്നും ഇന്നും ഈ പറയപ്പെടുന്ന അബ്ദുറഹ്മാൻ സാഹിബ് തന്നെയായിരുന്നല്ലോ. ഈ പറയപ്പെടുന്ന ചർച്ചയിൽ നിങ്ങളെല്ലാവരും കൂടി ഞങ്ങളൊന്നും അതിൽ ഇടപെട്ടിട്ടില്ലല്ലോ. അവിടെ നടന്ന ചർച്ചയിലോ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളിലോ ഒരു ചാനൽ ചർച്ചയിലോ ഞങ്ങളാരും വന്നിട്ടില്ല. മുനമ്പ വിഷയം ഇവിടെ ചർച്ച ചെയ്യപ്പെട്ടിട്ടേ ഇല്ല. നിങ്ങളുടെ കയ്യിൽ തന്നെയായിരുന്നു ആ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ചകളും തീരുമാനങ്ങളും. മുഖ്യമന്ത്രിയെ കാണലും ജില്ലാ കളക്ടറെ കാണലും ഇത് നിങ്ങളെല്ലാവരും കൂടിയിരുന്നു കൊണ്ട് ഒരു മുസ്ലിം സംഘടനയോ ഞങ്ങൾ ആരും അതിൽ ഇടപെട്ടുകൊണ്ട് ഈ പറയപ്പെടുന്ന നീക്കങ്ങളെ പൊളിക്കുന്നതിന് വേണ്ടി മുഖ്യമന്ത്രിക്ക് നിവേദനം കൊടുക്കലോ ജില്ലാ കളക്ടർക്ക് നിവേദനം കൊടുക്കലോ എവിടെയെങ്കിലും സമരപ്പന്തൽ കെട്ടിക്കൊണ്ട് ഇതിനെതിരെ സംസാരിക്കുകയൊന്നും ചെയ്തിട്ടില്ലല്ലോ. ഈ പറയപ്പെടുന്ന രീതിയിൽ എതിർപക്ഷത്തു നിന്ന് ഒരു സംസാരവുമില്ലാത്ത ഒരു അവസ്ഥയിൽ ഈ വിഷയത്തിൽ കരമടക്കാനുള്ള പെർമിഷൻ നിങ്ങൾക്ക് തന്നല്ലോ. നിങ്ങൾ സംസ്ഥാന ഗവൺമെന്റിനെ കുറ്റപ്പെടുത്തുന്നുണ്ട്. ഇപ്പോ ഈ പറയപ്പെടുന്ന പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഈ 2022 ഈ പുതിയ ഗവൺമെന്റ് വന്നതിന് ശേഷമാണല്ലോ കരമടക്കാനുള്ള സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. ആ കരമടക്കാനുള്ള വിഷയവുമായി ബന്ധപ്പെട്ട് ആ കരമടക്കാനുള്ള അനുമതി നിഷേധിക്കപ്പെട്ടത് ആരാണ് നിങ്ങൾക്ക് അവിടെ കരമടക്കാനുള്ള അനുമതി നിഷേധിക്കപ്പെട്ടത്? വാഴക്കാലക്കാരനായിട്ടുള്ള വഖഫ് സംരക്ഷണ വേദിയുടെ പ്രസിഡന്റ് ആയിട്ടുള്ള സലാം പട്ടാളം എന്ന് പറയുന്ന സലാം വാഴക്കാല അദ്ദേഹം കോടതിയിലൊരു ഹർജി കൊടുത്തു. അവിടെ അത് വഖഫ് ഭൂമിയാണ്. ആ വഖഫ് ഭൂമിയിൽ കരമടക്കാൻ വേണ്ടിയുള്ള അനുമതി നിലവിൽ സംസ്ഥാന ഗവൺമെന്റ് കൊടുക്കപ്പെട്ടിട്ടുണ്ട്. അതിന് ചോദ്യം ചെയ്തുകൊണ്ട് കൊടുക്കപ്പെട്ടിട്ടുള്ള ആ ഹർജിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരള ഹൈക്കോടതിയിൽ നിന്ന് എന്തടിസ്ഥാനത്തിലാണ് വിധി വന്നത്? ആ വിധി എന്തായിരുന്നു? ആ വിധി അവിടെ കരമടക്കാൻ പറ്റില്ല എന്നുള്ളതായിരുന്നു. ഞങ്ങൾ ആരും അല്ലല്ലോ അത് പറഞ്ഞത്. അങ്ങനെ കരമടക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയല്ലേ? ഹൈക്കോടതി പറഞ്ഞിട്ട് അതിന്റെ നിഷേധിച്ചതിന് ഇവിടുത്തെ ഏതെങ്കിലും ഒരു മുസ്ലിം സംഘടനയെയോ ഞങ്ങളെയൊക്കെ പഴിവരിച്ചിട്ട് കാര്യമില്ല. വേറൊരു കാര്യം, അദ്ദേഹം വളരെ ആവേശത്തോടു കൂടി സംസാരിക്കുന്നവരുണ്ട്. ഒരു വഖഫ് നിയമത്തെ, ഒരു മതത്തിന്റെ നിയമത്തെ, ഞങ്ങൾ ദക്കാത്ത് പോലെ തന്നെ ഹജ്ജ് പോലെ തന്നെ ഞങ്ങൾ പവിത്രമായി കാണുന്ന ഒരു സംവിധാനമാണ് വഖഫ് എന്നുള്ളത്. ആ വഖഫ് നിയമത്തെ അദ്ദേഹം വളരെ മോശമായി, അദ്ദേഹം നേരത്തെ ഇന്ത്യയുടെ മതേതരത്വത്തെക്കുറിച്ചും നമ്മളൊക്കെ ഒരുമിച്ച് ജീവിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചും ഹിന്ദുവെന്നോ മുസൽമാനെന്നോ ക്രൈസ്തവനെന്നോ ഒക്കെ നമ്മൾ വേർതിരിവുണ്ടാകരുത് എന്നും ഇത് മുസ്ലിം രാഷ്ട്രമാക്കാനോ ക്രിസ്ത്യൻ രാഷ്ട്രമാക്കാനോ ഹിന്ദു രാഷ്ട്രമാക്കാനോ നമ്മൾ ശ്രമിക്കരുതെന്നൊക്കെ അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം ഇതിനു മുമ്പ് നടത്തിയിട്ടുള്ള സംസാരങ്ങൾ, അദ്ദേഹം യൂട്യൂബിലാണെങ്കിലും ബാക്കിയുള്ള ചർച്ചകളിലൊക്കെ അദ്ദേഹം നടത്തിയിട്ടുള്ള സംസാരങ്ങൾ അദ്ദേഹം തന്നെ ഒന്നുകൂടി കേട്ടു നോക്കിയാൽ അത്തരത്തിലുള്ള രാജ്യത്തിന്റെ മതേതര സ്വഭാവത്തെ ഈ പറയപ്പെടുന്ന ക്രൈസ്തവരായിട്ടുള്ള പാവപ്പെട്ട സഹോദരങ്ങളുടെ ഉള്ളിലേക്ക് വിഷം കുത്തിവെക്കുന്ന രീതിയിലുള്ള സംസാരങ്ങൾ സംസാരിച്ച അദ്ദേഹം ഈ ചാനൽ ചർച്ചയിൽ വന്നുകൊണ്ട് അദ്ദേഹം വലിയ പുണ്യവാളനെ പോലെ സംസാരിക്കുന്നത് ശരിയല്ല. അദ്ദേഹം ഉൾപ്പെടെയുള്ളവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന പ്രതികരണങ്ങൾ ഒരിക്കലും, ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞതാണ്, ഞങ്ങൾ ക്രൈസ്തവ മേലധ്യക്ഷന്മാരെ ബഹുമാനിക്കാത്തവരല്ല. പക്ഷേ ഈ പറയപ്പെടുന്ന ജോഷി മയ്യാട്ടിൽ എന്ന് പറയുന്ന വൈദികന്റെ വായിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് അത് വർഗീയതയാണ്. അത് ഇവിടുത്തെ ക്രൈസ്തവരെയും മുസൽമാന്മാരെയും തമ്മിലടിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള വാചകങ്ങളായിട്ടാണ് എന്റെ അറിവുപൂർവ്വമായിരിക്കാം. എന്റെ സെക്കൻഡ് ഞാൻ അദ്ദേഹത്തോട് സംസാരിക്കുമ്പോൾ താങ്കൾ അതിൽ ഇടപെടേണ്ടതില്ല. അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് പുറത്തേക്ക് കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി വന്നിട്ടുള്ള പരാമർശങ്ങളൊക്കെ ഈ രാജ്യത്തെ മതസൗഹാർദ്ദം തകർക്കുന്നതായിരുന്നു. എനിക്കത് തുറന്നു പറയുന്ന ഒരു ബുദ്ധിയുള്ളൂ. കാരണം ഞാൻ ഈ രാജ്യത്ത് ഹിന്ദുവും മുസൽമാനും ക്രൈസ്തവനും ഒരുമിച്ച് പോകാൻ ആഗ്രഹിക്കുകയാണ്. അദ്ദേഹം അതൊക്കെ പറഞ്ഞു. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയത്തിൽ ഞങ്ങൾ ഇടപെട്ടിട്ടുള്ള കഴിഞ്ഞ ദിവസം വെള്ളിയാഴ്ച എറണാകുളത്ത് ഹൈക്കോടതിയിൽ നടന്ന സമ്മേളനം കഴിഞ്ഞ സെപ്റ്റംബർ മാസത്തില് ഹൈക്കോടതി ജംഗ്ഷനിൽ ഈ ജോഷി മയ്യാട്ടിൽ പിതാവ് ഉൾപ്പെടെയുള്ള 5 or 6 വൈദികർ സംസാരിച്ച എറണാകുളം ഹൈക്കോടതി ജംഗ്ഷനിൽ നടന്ന വന്നിട്ടുള്ള എന്റെ സംസാരത്തെ തടസ്സപ്പെടുത്താൻ ശ്രമിച്ചാൽ അംഗീകരിച്ചു തരില്ല.
ഫാദർ ജോഷി പയ്യാറ്റിൽ ഹൈക്കോടതി പരിസരത്ത് ചേർന്ന ആ സമ്മേളനത്തിൽ പങ്കെടുത്തിട്ടില്ല എന്ന് അദ്ദേഹം പറയുന്നു. താങ്കളാണ് സ്വയം പരിശോധിക്കേണ്ടത്, തിരുത്തേണ്ടത് ശ്രീ മുജീബ് റഹ്മാൻ. അല്ലല്ല, താങ്കൾ പറഞ്ഞു ആ സമ്മേളനത്തിൽ പങ്കെടുത്തുകൊണ്ട് അദ്ദേഹം വർഗീയ വിദ്വേഷം വമിക്കുന്ന ചില പരാമർശങ്ങൾ നടത്തിയെന്ന്. ആ സമ്മേളനത്തിൽ തന്നെ അദ്ദേഹം പങ്കെടുത്തില്ല, ഫാദർ ജോഷി പയ്യാറ്റിൽ പങ്കെടുത്തില്ല. നോക്കൂ, താങ്കളൊന്ന് പരിശോധിക്കുക. താങ്കൾ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് മുജീബ് റഹ്മാൻ. ആസൂത്രിതമായിട്ടുള്ള തിരിച്ചു വരാം പറഞ്ഞത് തന്നെ ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ജോൺ, ഈ സക്കീറിനെ പോലുള്ളവരുടെ നാവടപ്പിക്കാൻ വഖഫ് ഭേദഗതി ബില്ലിന് സാധിക്കുമോ? എന്തായാലും ബില്ല് ടേബിൾ ചെയ്തിട്ടുണ്ട്. ഈ സമ്മേളനത്തിൽ തന്നെ അത് അവതരിപ്പിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. മാർച്ച് മാസം 10-നും 25-നും ഇടയിലാണ് ബില്ല് ഷെഡ്യൂൾ അല്ലെങ്കിൽ കംപ്ലീറ്റ് ചെയ്യാനുള്ള സാഹചര്യം ഒരുക്കി തരണം. ശരിയല്ല, അത് ശരിയല്ല. ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു വിശദീകരണം തരുമ്പോൾ ഞാൻ ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ എനിക്ക് സംസാരിക്കാനുള്ള അവസരം തരണം. അതല്ലെങ്കിൽ ഇവിടെ ഇരുത്തിക്കൊണ്ട് നിങ്ങൾ ഭരണഘടനയ്ക്ക് വേണ്ടി ഞാൻ പറയാനുള്ള എനിക്ക് പറഞ്ഞിട്ട് സാധിച്ചിട്ടില്ല. ആരാണോ കയ്യേറ്റക്കാരാണോ ഭൂമി പൈസ കൊടുത്ത് വാങ്ങിച്ചവരാണോ എന്ന് ഫാദർ ഇപ്പൊ സൂചിപ്പിച്ചു, ജോൺ മയ്യാറ്റിൽ ഫാദർ ഇപ്പൊ സൂചിപ്പിച്ചു. 1987 പറവൂർ കോടതിയിൽ നിന്നും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആദ്യം 189-ന്റെയും പിന്നെ 218 പേരുടെ ഒരു കണക്ക് വന്നിട്ട് അദ്ദേഹം പറഞ്ഞു അവിടെ കയ്യേറിയിട്ടുള്ളവരെ അദ്ദേഹത്തിന്റെ നാവിൽ നിന്ന് തന്നെ കോടതിയുടെ പരാമർശം പറഞ്ഞു. വെറുതെ സമയം കളയാതെ ഷോൺ പ്ലീസ് പറഞ്ഞോളൂ. ഷോൺ പറഞ്ഞോ. അതായത് ഞാൻ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം ഒന്ന് ക്ലാരിഫൈ ചെയ്തോട്ടെ. ഇതിപ്പോ അച്ഛൻ ദീപിക വായിച്ചാലും മുജീബ് റഹ്മാൻ മാധ്യമവും ചന്ദ്രികയും വായിക്കുന്നൊന്നും അല്ല ഇവിടുത്തെ വിഷയം. ഇവിടെ ഹൈക്കോടതിയിൽ വഖഫ് സംരക്ഷണ സമിതി കൊടുത്ത കേസ് എന്താണ്? ഇത് ഈ ഭൂമി വഖഫാണോ എന്ന് ചോദിച്ചുകൊണ്ടാണോ നിങ്ങൾ കേസ് കൊടുത്തത്? അല്ല, നിങ്ങൾ കൊടുത്ത കേസ് എന്ന് പറയുന്നത് സംസ്ഥാന സർക്കാർ നിയോഗിച്ച CN രാമേന്ദ്രൻ കമ്മീഷന് നിയമപരമായി നിലനിൽപ്പില്ല, അതുകൊണ്ട് ആ കമ്മീഷനെ അസാധുവായി പ്രഖ്യാപിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് നിങ്ങൾ ഹൈക്കോടതി പോയത്. അവിടെ ചെല്ലുമ്പോൾ സ്വാഭാവികമായും നിലവിലുള്ള വഖഫ് ആക്ട് പ്രകാരം നിങ്ങൾ സ്വീകരിച്ചിട്ടുള്ള, നിങ്ങൾ പറയുന്ന പോലെ ഈ വഖഫ് ഭൂമി ഇപ്പോ എന്താണ് ഇപ്പോ വഖഫിന്റെ പൊസഷനിൽ തന്നെയല്ലേ ആ ഭൂമി ഇരിക്കുന്നത്. വില്ലേജ് രേഖ പ്രകാരം, സിവിൽ നിയമങ്ങൾ പ്രകാരം ഇപ്പോൾ വഖഫിന്റെ നിയമപരിധിയിലാണ് വസ്തു ഇരിക്കുന്നത്. കോടതിക്ക് അതില്ല എന്ന് പറയാം. നിലവിലുള്ള വഖഫ് ആക്ട് പ്രകാരം ആ വസ്തു ഇപ്പോ വഖഫ് ബോർഡിന്റെ കയ്യിലാണ് എന്നുള്ളത് ആണ് എന്റെ മുമ്പിൽ വന്ന രേഖകളിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. എന്താ നിങ്ങൾ സമർപ്പിച്ച രേഖ എന്താണ്? നിങ്ങൾ അതിന്റെ സിവിൽ രേഖകളും അതിന്റെ പൊസഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പറയുന്നത് അതാണ്. അവിടെ എവിടെയെങ്കിലും ഇത് വഖഫ് ഭൂമിയാണോ അല്ലയോ എന്ന് ബെച്ചു കുര്യൻ സാറിന്റെ ബെഞ്ചിന് മുമ്പിൽ നിങ്ങൾ ചോദിച്ചോ? ഇല്ല. രണ്ടാമത്തെ ദിവസം ഞാൻ കഴിഞ്ഞ ദിവസം നേരിട്ട് അവിടെ ഹാജരായിരുന്നു. ഞാൻ ആ കോടതിയിൽ ഉണ്ടായിരുന്നു. പൂന്തോട്ടം സാറാണ് ഇവിടെ നമ്മുടെ ജോസഫ് ബെന്നി മുനമ്പം ഭൂസംരക്ഷണ സമിതി ആ കേസിൽ കക്ഷി ചേരുവാനായി അവിടെ വന്നത്. ആ വന്നപ്പോ അരമണിക്കൂറാണ് വഖഫ് സംരക്ഷണ നമ്മുടെ മുനമ്പം ഭൂസംരക്ഷണ സമിതിയുടെ സെക്രട്ടറിയായ ജോസഫ് ബെന്നി കക്ഷി ചേരാതിരിക്കുവാനായിട്ട് ഈ വഖഫ് സംരക്ഷണ സമിതിയുടെ അഭിഭാഷകർ അരമണിക്കൂർ അവിടെ ബഹളം ഉണ്ടാക്കി. അവസാനം ഇതേ നിങ്ങൾ ഇപ്പൊ പറയുന്ന ബെച്ചു കുര്യൻ സാർ, ബഹുമാനപ്പെട്ട ഹൈക്കോടതി ജഡ്ജി തന്നെ ചോദിച്ചു, നിങ്ങൾക്ക് ആകാമെങ്കിൽ അവിടെ താമസിക്കുന്ന ആ പാവപ്പെട്ടവർക്ക് ഈ കേസിൽ കക്ഷി ചേരാൻ അവകാശമില്ലേ? ഹു ആർ യു? നിങ്ങൾക്ക് ഇതിനകത്ത് എന്ത് മാൻഡേറ്റ് ആണുള്ളത്? അതിനേക്കാൾ അവകാശം യഥാർത്ഥത്തിൽ അവിടെ താമസിക്കുന്ന അവിടെ ഇപ്പോ അവിടെ നിന്ന് കുടിയേർക്ക് ഭീഷണി നേരുന്ന അവർക്ക് അവരുടെ വാദം പറയാനുള്ള അവസരം കൊടുക്കണ്ടേ എന്ന് ചോദിച്ചതും ഇതേ കോടതി തന്നെയാണ്. ഞാൻ ഒരു കാര്യം ചോദിച്ചോളട്ടെ, വളരെ സിമ്പിൾ ആയിട്ട് പറയാം. ഈ വഖഫ് ഇപ്പൊ നിലവിലുള്ള ആക്ട് പ്രകാരം, ഇപ്പൊ നിങ്ങൾ വഖഫ് ഭേദഗതിനെ കുറിച്ച് മിണ്ടണ്ട, നിലവിലുള്ള ആക്ട് പ്രകാരം ആ കമ്മീഷൻ എന്തു റിപ്പോർട്ട് സമർപ്പിച്ചാലും അതിന് നിയമസാധുതയില്ല എന്ന് എനിക്കും നിങ്ങൾക്കും അച്ഛനും ആരിഫിനും ഇവിടെ ഇരിക്കുന്ന ആങ്കർക്കും എല്ലാം അറിയാം. എന്തുകൊണ്ടാണ് നിങ്ങൾ ആ കമ്മീഷന്റെ നിലവിലുള്ള ആ കമ്മീഷന്റെ പഠനങ്ങൾക്കെതിരെ നിങ്ങൾ കോടതിയെ സമീപിച്ചത്?
കാരണം ആ കമ്മീഷൻ എന്ത് റിപ്പോർട്ട് സമർപ്പിക്കുകയായിരുന്നെങ്കിലും ആ കമ്മീഷൻ റിപ്പോർട്ട് വന്നതിന് ശേഷം വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് കോടതിയിൽ നിന്നും ആ കമ്മീഷൻ റിപ്പോർട്ടിനെ സെറ്റ് അസൈഡ് ചെയ്യാനോ ആ കമ്മീഷൻ റിപ്പോർട്ടിനെ റദ്ദ് ചെയ്യാനോ നിങ്ങൾക്ക് കഴിയുമായിരുന്നു. അപ്പോൾ ആ കമ്മീഷൻ റിപ്പോർട്ടിനെ പോലും നിങ്ങൾ ചോദ്യം ചെയ്തുകൊണ്ട് വരുന്നതിൽ നിങ്ങൾക്ക് കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യമുണ്ട്. നിങ്ങൾക്ക് കൃത്യമായ വർഗീയ വിഭജനം നിങ്ങളുടെ ലക്ഷ്യമാണ്. അതിലൂടെ ഒരു രാഷ്ട്രീയ വർഗീയ ധ്രുവീകരണമാണ് നിങ്ങൾ ലക്ഷ്യം വെക്കുന്നത്. SDPI വരുന്ന 12-ാം തീയതിയും 17-ാം തീയതിയും കൊല്ലത്തും കോഴിക്കോടുമാണെന്നാണ് എൻ്റെ വിശ്വാസം. വഖഫ് ഭേദഗതി നിയമത്തിനെതിരെ SDPI സംഘടിപ്പിച്ചിട്ടുള്ള വലിയ പ്രക്ഷോഭങ്ങൾ കേരളത്തിൽ വലിയ രീതിയിലുള്ള മതസ്പർദ്ധ വളർത്തുവാൻ വേണ്ടി നിങ്ങൾ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് നിങ്ങൾ സംസാരിക്കുന്ന ഓരോ കാര്യങ്ങൾ. ഞാൻ പറയട്ടെ, അവിടെ നിന്ന് അതായത് ഈ ജനം ചാനൽ ചർച്ച ചെയ്ത ആ പള്ളിമുറ്റത്ത് നിന്ന് നിൽക്കുന്ന ആ മുജീബ് റഹ്മാനെ അല്ല ഇന്ന് ഞങ്ങൾക്ക് ചാനൽ ചർച്ചയിൽ കാണാൻ കഴിയുന്നത്. നിങ്ങൾ അവിടെ നിന്ന് പാവം മത്സ്യത്തൊഴിലാളികളെ എന്ന് നിങ്ങൾ അഭിസംബോധന ചെയ്ത നിങ്ങൾ ഇന്ന് അവിടെയുള്ള അതേ വ്യക്തികളെ കുടിയേറ്റക്കാരെന്നും കയ്യേറ്റക്കാരെന്നും ചിത്രീകരിക്കുന്നു. അപ്പോ അവിടെ അത് മാത്രമല്ല അവിടെ പത്രസമ്മേളനത്തിൽ വഖഫ് ഭൂമിയിൽ 1 സെന്റ് പോലും ആർക്കും വിട്ടുകൊടുക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ആർക്കോ വേണ്ടി ഒരു നാടകം കളിക്കാൻ ഈ ചാനൽ ചർച്ചയിൽ പങ്കെടുക്കുന്നതാണ്. നിങ്ങൾക്ക് എന്തൊക്കെയോ പറഞ്ഞു വെക്കണം. മാത്രമല്ല ഇവിടെ തിരുവസ്ത്രമിട്ട ഒരു വൈദികനെ ജനങ്ങളുടെ മുമ്പിൽ നിങ്ങൾ ഇവിടെ തീവ്രവാദിയാക്കി ചിത്രീകരിക്കുന്നു. അത് കേൾക്കുമ്പോൾ വേദനിക്കുന്ന കുറെ ആളുകൾ ഞങ്ങളുടെ കൂട്ടത്തിൽ ഉണ്ടാകാം. അപ്പൊ നിങ്ങൾക്ക് എന്താണ് ലക്ഷ്യം? നിങ്ങൾക്ക് മതസ്പർദ്ധ വർദ്ധിപ്പിക്കുക. ഇവിടെ വലിയ രീതിയിലുള്ള ഇതിനെതിരെ വലിയ രീതിയിൽ ഒരു മുസ്ലിം കൺസോൾട്ടേഷൻ നിങ്ങൾക്ക് ഉണ്ടാക്കണം. അതുവഴി നിങ്ങൾക്ക് കേരളത്തിന്റെ ഭരണത്തെ നിയന്ത്രിക്കുന്ന പൊളിറ്റിക്കൽ ഇസ്ലാം ഇവിടെ യാഥാർത്ഥ്യമാക്കണം. ആ വലിയ ലക്ഷ്യത്തിലൂടെയാണ് നിങ്ങൾ ഇതിന് പടന്നു പോകുന്നത്. അല്ലാതെ നിങ്ങൾക്ക് അവിടെ ആ പാവപ്പെട്ടവർ 114 ഏക്കർ ഭൂമിയൊന്നും അല്ല നിങ്ങളുടെ ലക്ഷ്യം. ഇതൊക്കെ മനസ്സിലാക്കാനുള്ള സാമാന്യ ബോധമൊക്കെ ഞങ്ങൾക്ക് ഇവിടെ ഉണ്ട്. പക്ഷെ ഒരു കാര്യം നിങ്ങൾ മറന്നുപോയി, ഈ രാജ്യം ഭരിക്കുന്നത് നരേന്ദ്രമോദിയാണ്. അത് നിങ്ങൾ മറന്നുപോയി. നിങ്ങൾ എത്ര തുള്ളിയാലും അവിടെ ആ മനുഷ്യൻ ഉള്ളിടത്തോളം കാലം ഈ രാജ്യത്ത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആ രാഷ്ട്രീയം നടക്കില്ല എന്ന് കരുതി വെച്ചോളൂ. ഓക്കെ, ഡോക്ടർ ആരിഫ്, കഴിഞ്ഞ ദിവസം നമ്മൾ ആ തിരുപ്പുറംകുണ്ടത്തെ ആ വിഷയമാണ് ചർച്ച ചെയ്തത്. താങ്കൾ ശ്രദ്ധിച്ചോന്ന് അറിയില്ല. പാണ്ഡ്യ രാജാക്കന്മാരുടെ കാലത്ത് സ്ഥാപിച്ച തിരുപ്പുറംകുണ്ടത്തെ ആ മുരുകക്ഷേത്രം അത് ഇപ്പോൾ വഖഫ് ഭൂമിയാണ് എന്നാണ് പറഞ്ഞത് ആരാണെന്നറിയോ? തമിഴ്നാട് വഖഫ് ബോർഡിൻ്റെ അധ്യക്ഷനായിട്ടുള്ള രാമനാഥപുരം MP കൂടിയായിട്ടുള്ള കനിയാണ്. അപ്പോൾ നോക്കൂ, കനി അവിടെ അങ്ങനെ സംസാരിക്കുന്നു, ഇവിടെ ഇത് സക്കീർ ഇങ്ങനെ സംസാരിക്കുന്നു ഒരേ സ്വരത്തിൽ. അല്ല, ഇത് നമ്മൾ മുന്നേ പറഞ്ഞിട്ടുള്ളതാണ്. അതായത് പാർലമെന്റ് ഇരിക്കുന്നത് വഖഫ് ഭൂമിയിലാണ്, നമ്മളെ ഡൽഹി എയർപോർട്ട് ഇരിക്കുന്നത് വഖഫ് ഭൂമിയിലാണ്, അങ്ങനെ സുപ്രീം കോടതി വരെ വഖഫ് ഭൂമിയിലാണ്. ഇതൊക്കെ പ്രസംഗിച്ചത് കാക്കാമാർ ഇതുപോലുള്ള ഉസ്താദുമാർ തന്നെയാണ്. അവരെ നമ്മൾ തീവ്രവാദി തന്നെ നമ്മൾ വിളിക്കേണ്ടി വരിക, ഈ മുജീബ് റഹ്മാൻ ഉദ്ദേശിച്ച വാക്കുകളൊക്കെയാണ് എന്നുണ്ടെങ്കിൽ. പോട്ടെ, അത് നമ്മുടെ വിഷയമല്ല, ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ്. പക്ഷെ നമ്മളിപ്പോൾ ഇവിടെ ഒരു പ്രധാനപ്പെട്ട ചോദ്യം ചോദിച്ചപ്പോൾ ഇദ്ദേഹം എത്ര ലാഘവത്തോടു കൂടിയാണ് എന്നെ തള്ളിക്കളഞ്ഞതെന്ന് ആലോചിക്കുക. അത് നിയമത്തിന്റെ സംവിധാനം, ഒരു പരിരക്ഷയുള്ള ഒരു ബോഡിയുടെ ഒരു പ്രതിനിധി പറയുമ്പോൾ അത് ഗവൺമെന്റ് പറയുന്നതിന് തുല്യമാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ അതിന് ഉത്തരം പറയേണ്ടതില്ല എന്നാണ് ആള് പറഞ്ഞത്. എനിക്ക് ആളോട് ചോദിക്കാനുള്ളത്, സപ്പോസ് ഇപ്പോ ഇവിടെ ഈ പറയുന്ന ഒരു സംഗതി നമ്മളെ പാർലമെന്റിൽ അവതരിപ്പിച്ച് ഭേദഗതി വന്നു കഴിഞ്ഞാൽ അപ്പോഴും അതൊരു ഗവൺമെന്റ് ബോഡി തന്നെയല്ലേ ആവുക. അപ്പോൾ ഗവൺമെന്റ് പറയാണ് ഈ സാധനം ഇന്ന പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഞങ്ങൾ ഇതിനെ ഭേദഗതി നടത്തിയിരിക്കുന്നു, ഇത് വഖഫ് ഭൂമിയല്ല, ഇനി ആ പേരും പറഞ്ഞ ഒരു സംരക്ഷണ സമിതി മുതലാളി ഈ വഴിക്ക് വരരുത് എന്ന് പറഞ്ഞാൽ അപ്പോഴും ഇതിനെ ഇപ്പൊ പറഞ്ഞ അതേ ന്യായം അല്ലെങ്കിൽ ഇതേ ഒരു കാരണം ചൂണ്ടിക്കാണിച്ചു റാഷണൽ വെച്ചുകൊണ്ട് ഇദ്ദേഹം ആ നിയമത്തെയും അങ്ങ് അംഗീകരിച്ച് മിണ്ടാതെ ഇരിക്കുമോ എന്നാണ് എനിക്കിപ്പോ ഇദ്ദേഹത്തോട് ചോദിക്കുന്നത്. ഇദ്ദേഹത്തിന്റെ ആ ഒരു നല്ല മനസ്സ്, ഈ നിയമത്തോടുള്ള ഒരു വിധേയത്വം, അത് കാണുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിങ്ങനെ കുളിര് പോരുകയാണ്, രോമാഞ്ചം വരികയാണ്. അപ്പൊ ഇതൊക്കെ കാണിക്കണം എന്താണ്, തങ്ങൾക്ക് അനുകൂലമായ കാര്യങ്ങൾ വരുമ്പോൾ അതിനോട് വലിയ ഒരു വിധേയത്വവും അതിനോട് വലിയ ഒരു അങ്ങ് മുട്ടിൽ കഴിഞ്ഞിട്ടുള്ള സ്നേഹം കാണിക്കലും ഒക്കെ ഒരു വശത്തും, തങ്ങൾക്ക് വിരുദ്ധമായതോ തങ്ങളുടെ കുഴപ്പങ്ങൾ കൈയോടെ പിടികൂടി അത് ഇവിടെ വെളിച്ചത്ത് കൊണ്ട് ഇതുപോലെ വെയിലത്ത് തുണി ഉരിഞ്ഞിങ്ങനെ നിർത്തുന്ന അവസ്ഥ ഉണ്ടാവുമ്പോൾ അപ്പൊ കിടന്ന് നിലവിളി ഇരവാദ ഇറക്കലും ഇത് നമ്മൾ കാലങ്ങളായിട്ട് കാണുന്നതാണ്. അപ്പൊ അതുകൊണ്ട് മുജീബിനോട് എനിക്ക് ഇപ്പോഴേ പറയാനുള്ളത്, ഭേദഗതി വന്നു കഴിയുമ്പോൾ ഇനി അന്നേരം വന്നിട്ട് നിലവിളിക്കരുതെന്ന് എനിക്ക് പറയാനുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ പറഞ്ഞ അതേ കാരണം തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഇത് ഗവൺമെന്റിന്റെ സംവിധാനമാണ്. ഗവൺമെന്റിന്റെ സംവിധാനത്തിൽ അതിന്
പാകപ്പിഴവുകളുണ്ടെങ്കിൽ അത് സംസാരിക്കാനും ചർച്ച ചെയ്യാനുള്ള ജനാധിപത്യ സംവിധാനത്തിലാണ് നമ്മൾ ഇവിടെ ജീവിക്കുന്നത്. ഇന്ത്യ എന്ന് പറയുന്നത് ഒരു ജനാധിപത്യ രാജ്യമാണ്. അവിടെ മതത്തിന്റെ നിയമങ്ങൾ മതേതരമായ മൂല്യങ്ങൾക്ക് മുകളിൽ പോയിക്കൊണ്ട് വ്യക്തിയുടെ സ്വാതന്ത്ര്യത്തിനും അവരുടെ ജീവിതത്തിനും അവരുടെ നിയമപരിരക്ഷയോടുകൂടിയുള്ള റവന്യൂ അവകാശങ്ങളോടുകൂടി പോലും നിലനിൽക്കാനുള്ള അവകാശങ്ങളെ ഇതുപോലെ ഹനിക്കുന്ന രീതിയിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷണലൈസ് ചെയ്യപ്പെടുന്ന മതനിയമത്തിന്റെ അടിസ്ഥാനത്തിൽ ആളുകൾ നരകിക്കുന്ന അവസ്ഥ വരുമ്പോൾ അതിനെ ചോദ്യം ചെയ്യും. ആ സമയത്ത് നിങ്ങൾ വർഗീയത വളർത്തുന്നതെന്ന് പറഞ്ഞ് ഇരവാദം ഇറക്കിയിട്ട് കാര്യമില്ല. ഇദ്ദേഹം ഇവിടെ എന്തൊക്കെയോ പറയാൻ ശ്രമിച്ചപ്പോൾ അതിനെ ചൂണ്ടിക്കാണിക്കുമ്പോൾ ഉടനെ ഇടപെടുന്നതെന്നൊക്കെ പറഞ്ഞ് നിലവിളിയാണ്. ഈ ഇരവാദം നിർത്തിക്കൂടെ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഇതൊക്കെ കുറെ ആയില്ലേ നമ്മൾ കാണുന്നു. ഈ ഇരവാദമൊക്കെ നടത്തിയിട്ടല്ലേ നമ്മൾ ഈ വഴിയൊക്കെ ഇവിടെ വരെയൊക്കെ എത്തിയത്. അപ്പൊ നമുക്കറിയാം എങ്ങനെയാണ് ഇസ്ലാമിന്റെ രീതി, ഇസ്ലാമിന്റെ ആ പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ രീതി എന്താണെന്ന് നമുക്ക് നന്നായിട്ട് അറിയാം. പൊളിറ്റിക്കൽ ഇസ്ലാം എന്നൊന്നും ഞാൻ വിളിക്കാറില്ല, പക്ഷെ ഇവിടെ ഇപ്പൊ പറയേണ്ടി വരികയാണ്. കാരണം ഇസ്ലാം എന്ന് പറയുന്നത് തന്നെ പൊളിറ്റിക്സ് ആണ്. അത് നമ്മൾ വെസ്റ്റിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം. Say no to democracy, say yes to Islam എന്നാണ് അവിടെ പറയുക. അപ്പോൾ ഡെമോക്രസി എന്ന് പറഞ്ഞ ജനാധിപത്യത്തെ നിഷ്കാസനം ചെയ്തുകൊണ്ട് റിപ്ലേസ് ചെയ്യുന്ന ഒരു സാധനമാണ് ഇസ്ലാം. ഇത് അറിയാൻ വേണ്ടിയിട്ട് പറയാണ്. ഇസ്ലാം എന്ന് പറയുന്നത് മറ്റു മതം പോലെ ഒരു മതമായിട്ട് പോലും തെറ്റിദ്ധരിക്കുന്ന ജനം ടി വി പോലും ഇവിടെ ഉണ്ട് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അങ്ങനെയല്ല, ഇസ്ലാമിനെ കാണേണ്ടത് ഒരു പൊളിറ്റിക്കൽ ഒരു കൾട്ട്, ആ ഒരു ഔട്ട്ഡേറ്റഡ് അല്ല ഒരു ഫാഷിസ്റ്റ് ഐഡിയോളജി ആയിട്ട് തന്നെയാണ്. അതിനെ ഇതുപോലെ പച്ചക്കിരുന്ന് വെളുപ്പിക്കുകയും അതിന് വേണ്ടിയിട്ട് ജനാധിപത്യ സംവിധാനത്തെ ദുരുപയോഗം ചെയ്യുക, കൂട്ടുപിടിക്കുക, അതുപോലെ തന്നെ ഇതിന്റെ കാര്യങ്ങളെ വാഴ്ത്തുപാട്ട് പാടിക്കൊണ്ട് അങ്ങ് എന്താണ് വെടക്കാക്കി തനിക്കാക്കുക എന്ന് പറയുന്ന മറ്റൊരു വേർഷൻ കാണിക്കുക. ഇതൊക്കെ നമ്മൾ ഒന്ന് അവസാനിപ്പിക്കുന്ന സമയമായിട്ടുണ്ട് എൻ്റെ പ്രിയപ്പെട്ട മുജീബ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ അതുകൊണ്ട് ഈ ഭേദഗതി വരാൻ തന്നെയാണ് നമ്മൾ ഇവിടെ പ്രതീക്ഷിക്കുന്നത്. എത്രയും പെട്ടെന്ന് അത് ചെയ്യണം. ഇത് വൈകിപ്പിക്കുന്ന BJP-യോടാണ് എൻ്റെ ഇപ്പോൾ ഉള്ള ഒരു വിയോജിപ്പ്. കാരണം ഈ സമരം നടത്തുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല. അതിനും ചെലവുണ്ട്. അതിന് ആളുകളുടെ ജീവന് വില കൊടുത്തുകൊണ്ട് തന്നെയാണ് അത് അവിടെ നടത്തുന്നത്. എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കേണ്ട ഒരു ബാധ്യത അത് BJP-ക്ക് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഇത്തവണയെങ്കിലും അത് പാസ്സാക്കിക്കൊണ്ട് ഇത്തരത്തിലുള്ള കാടത്തത്തിന് കൂട്ടുനിൽക്കുന്ന ആ അവസ്ഥയിൽ നിന്നും ആളുകളെ പിന്തിരിപ്പിക്കാൻ ഒരു വഴി വരണമെന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇതുപോലെയുള്ള സംരക്ഷണ സമിതി എന്നൊക്കെ പേരിട്ട് കാട്ടുന്ന ഇത്തരം തീവ്രവാദ പ്രവർത്തനങ്ങൾ, ഇത്തരം കൊള്ള, അതിന് കൂട്ടുനിൽക്കാൻ ഒരാൾക്കും ഇവിടെ സാധിക്കാൻ പാടില്ല. മുജീബിനും സാധിക്കാൻ സമ്മതിക്കാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. ഓക്കെ, ഇതൊക്കെ ഏതായാലും മുനമ്പൻ ജനതയുടെ പ്രതീക്ഷകൾ തല്ലിക്കെടുത്തുന്ന പരാമർശമാണ് വഖഫ് ബോർഡ് ചെയർമാൻ സക്കീറിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. തികച്ചും ഏകപക്ഷീയമായിട്ടുള്ള പരാമർശം. എരുതിയിൽ എണ്ണയൊഴിക്കുന്ന പ്രസ്താവനയാണ് ഇത് ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ മത തീവ്രവാദികൾക്ക് ഊർജം പകരും എന്നതിൽ സംശയമില്ല. കുടിയൊഴിപ്പിക്കലിൻ്റെ മുൾമുനയിൽ നിൽക്കുന്നവരെ കയ്യേറ്റക്കാരെന്ന് കൂടി വിളിച്ചാക്ഷേപിക്കുന്നതും ശരിയല്ല. സമവായത്തിൻ്റെയും സമാധാനത്തിൻ്റെയും പാതയിലൂടെ സഞ്ചരിക്കുന്നവരെ, നേരത്തെ ഫാദർ ജോഷി മയ്യാറ്റിൽ അത് പറയുകയുണ്ട്. ഏകദേശം 125 ദിവസമായി സഹന സമരത്തിൻ്റെ പാതയിലാണ് അവരെ ചേർത്ത് പിടിക്കേണ്ടതിന് പകരം അരക്ഷിതാവസ്ഥയുടെ നിലയില്ലാ കയത്തിലേക്ക് തള്ളിവിടുന്നത് ഉത്തരവാദപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ഒരാൾക്ക് ഭൂഷണമാണോ എന്ന് സക്കീർ സ്വയം ചിന്തിക്കുക. നമ്മളെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. മറ്റു രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട്. നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും അതുപോലെ കമൻ്റ് ഇടുന്നതും ഈ വീഡിയോ അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾക്ക് നിങ്ങൾ പ്രതികരിക്കുന്നതെല്ലാം തന്നെ വീഡിയോയുടെ റീച്ച് കൂടുന്നതിന് വലിയ തോതിൽ ഉപകാരപ്പെടുന്ന സംഗതിയാണ്. അപ്പോൾ അതുകൊണ്ട് അതിൽ നിങ്ങൾ ഏർപ്പെടണം എന്നും കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. മറ്റുള്ള രീതിയിലുള്ള സപ്പോർട്ട് തുടർന്നും നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു.